വേനൽ ചൂടിനോടൊപ്പം ഭാരതമൊട്ടാകെ നമ്മുടെ സംസ്ഥാനവും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കാഹളം. ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ നഗരസഭാ വൈസ് ചെയർമാനുമായ സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് പാലക്കാട് വഴിയൊരുങ്ങിയിരിക്കുന്നത്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ കൃഷ്ണകുമാർ മണ്ഡലത്തിൽ പ്രചാരണവും ആരംഭിച്ചു. ഇന്ന് അതിരാവിലെ തന്നെ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുണി, ഇന്നലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചതിനൊപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രചരണത്തിന് ഇറങ്ങി എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ അവധി ദിവസം, പക്ഷേ അദ്ദേഹത്തിന് വിശ്രമമില്ല എന്നുള്ളതാണ് പാർട്ടി അണികൾക്കും പ്രവർത്തകർക്കും. എങ്ങനെയാണ് സി കൃഷ്ണകുമാറിന്റെ പ്രചാരണം പുരോഗമിക്കുന്നത്? തീർച്ചയായും ലക്ഷ്മി, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പുറകെ തന്നെ കേരളത്തിൽ ആദ്യമായ ഒരു BJP സ്ഥാനാർത്ഥി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് സി കൃഷ്ണകുമാറാണ്. കാരണം അത്രയേറെ ജനങ്ങൾക്കിടയിൽ വലിയ സുപരിചിതനാണ് അദ്ദേഹം. ഏതായാലും ഇപ്പോഴും പ്രചരണം പുരോഗമിക്കുകയാണ്. പാലക്കാട് കോട്ടയിലാണ് അദ്ദേഹം പ്രചരണം നടത്തുന്നത്. അതിരാവിലെ തന്നെ അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങി. രാവിലെ ഒരു 5:30 തന്നെ ഈ കോട്ടയിലേക്ക് പ്രചരണത്തിനായി ഇറങ്ങി എന്നുള്ളതാണ്. ധാരാളം ആളുകൾ പ്രഭാത സവാരിക്കും മറ്റുമൊക്കെ വരുന്ന ഒരു ഭാഗമാണ് പാലക്കാട് ഈ കോട്ട. അതുകൊണ്ട് തന്നെയാണ് കോട്ടയിലെ സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെയും നേരിൽ കണ്ട് പ്രചാരണം നടത്തുന്നത്. സി കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണയും കൃഷ്ണകുമാർ ആയിരുന്നു പാലക്കാട് മത്സരിച്ചിരുന്നത്. ആ സമയത്ത് 2 ലക്ഷത്തിലേറെ വോട്ടുകളാണ് അദ്ദേഹം സമാഹരിച്ചത്. ഇത്തവണ ഏതായാലും വിജയത്തിൽ കുറഞ്ഞതൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട്. ഏതായാലും ആ മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സി കൃഷ്ണകുമാർ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എത്രത്തോളം ആവേശത്തിലാണ് അതിരാവിലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇറങ്ങി തോന്നുന്നു? വലിയ ആത്മവിശ്വാസത്തിലും ശുഭപ്രതീക്ഷയിലുമാണ്. ഇത്തവണ പാലക്കാട് ഒരു അട്ടിമറി വിജയം നേടിയെടുക്കാൻ കഴിയുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. എന്തായിരിക്കും പ്രധാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മുദ്രാവാക്യം എന്നുള്ള രീതിയിൽ? മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. പാലക്കാടിനായിട്ട് മോദി സർക്കാർ നൽകാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ ആണ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. പാലക്കാടിൻ്റെ വർഷങ്ങളായിട്ടുള്ള വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം. നിലവിലെ MP VK ശ്രീകണ്ഠൻ ഭാരത് അരി വിതരണത്തെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഈ രാജ്യത്തും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പാലക്കാടുമെല്ലാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിരവധി ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതി, ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ, അതുപോലെ തന്നെ ജൽജീവൻ മിഷൻ്റെ കുടിവെള്ള കണക്ഷൻ, അങ്ങനെ നിരവധി പദ്ധതികൾ ഈ രാജ്യത്ത് മോദി സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. ആ പദ്ധതികളെല്ലാം പാലക്കാടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭാരതരി അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമസ്കാരം. പാലക്കാട് MP ഈ കഴിഞ്ഞ 5 വർഷക്കാലം അത്തരം മോദി സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ സാധാരണക്കാരന് എത്തിക്കാനായിട്ടുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ സാധാരണക്കാരനിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ബേജാറുണ്ടാവുമല്ലോ. അതിൻ്റെ പ്രതികരണം മാത്രമായിട്ട് ഞങ്ങളതിനെ കാണുന്നുള്ളൂ. ഈ പാലക്കാടിന് ഒരു എയിംസ് എന്നുള്ളൊരു ആവശ്യം പാലക്കാടൻ ജനത കുറേ ആയിട്ട് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഉറപ്പ് നൽകുമോ BJP? 2014 പാലക്കാടിൽ ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള അതിൻ്റെ തറക്കല്ലിടുന്നത്. 10 വർഷക്കാലം കഴിഞ്ഞിട്ടും ആ മെഡിക്കൽ കോളേജ് പോലും പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ കിടത്തി ചികിത്സ ആരംഭിക്കാൻ 2 മുന്നണികൾക്കും സാധിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിനും സാധിച്ചിട്ടില്ല, UDFന് സാധിച്ചിട്ടില്ല. UDFൻ്റെ ഭരണകാലഘട്ടത്തിൽ ഷാഫി പറമ്പിൽ MLA ആണ് അത് വലിയ നേട്ടമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് തറക്കല്ലിട്ടത്. പക്ഷെ 10 വർഷം കഴിഞ്ഞിട്ട് അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി NDAയും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനപ്രതിനിധി ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പാലക്കാടിൻ്റെ ചികിത്സാ രംഗത്തുള്ള കുറവിന് പരിഹാരമായിട്ടുള്ള ഒരു എയിംസ് പാലക്കാടിനായിട്ട്, കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് പാലക്കാടിന് നേടിയെടുക്കാൻ, പാലക്കാട് സ്ഥാപിക്കാനുള്ള എല്ലാവിധത്തിലുള്ള ഉറപ്പും ഞങ്ങൾ നൽകുകയാണ്. അപ്പോൾ ഈ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ വലിയ രീതിയിൽ ജനങ്ങളെ ഇപ്പോഴും
തുണിമഞ്ചലിലൊക്കെ കെട്ടി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ, ആശുപത്രിക്കൊക്കെ കൊണ്ടുപോകേണ്ട അവസ്ഥ. അവിടെയാണെങ്കിൽ ആയുഷ് ആശുപത്രിയൊക്കെ പാസ്സാവുന്നു കേന്ദ്രത്തിൻ്റെ, അതിന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല. ഇങ്ങനെ ഇത്തരത്തിൽ അവിടുത്തെ ഈ വനവാസി മേഖലകളിലെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാട്ടുന്ന തരത്തിലായിരിക്കുമോ ഈ പ്രചാരണങ്ങൾ? തീർച്ചയായിട്ടും കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെൻറ് കാലാകാലങ്ങളായിട്ട് അട്ടപ്പാടിയിലെ വനവാസി വിഭാഗത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അട്ടപ്പാടിയെ ഒരു കറവ പശുവായിട്ടാണ് ഒരു വിഭാഗം ജനപ്രതിനിധികളും അതുപോലെ തന്നെ കരാറുകാരും കാണുന്നത്. അട്ടപ്പാടിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയും അവിടെ രൂപീകരിക്കപ്പെടുന്നില്ല, അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഏറ്റവും അടുത്ത് മേലെ ബൂതയാറുള്ള ഒരു യുവാവിനെ മഞ്ചത്തിൽ കെട്ടി ആംബുലൻസിൽ എത്തിക്കേണ്ട ഗതികേടുണ്ടായി. ബഹുമാനപ്പെട്ട പാലക്കാടിൻ്റെ MP ആ വനവാസി യുവാവിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയുമായിട്ടാണ് രംഗത്ത് വന്നത്. അതിന് പരിഹാരം ഉണ്ടാക്കാനല്ല അദ്ദേഹത്തിൻ്റെ ശ്രമം, മറിച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ട ആ ആദിവാസി യുവാവിനെ അപമാനിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ നാടകമാണ് ആ യുവാവിൻ്റെ എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ച്. ഒരു കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പ് അതാത് ലോക്സഭാ മണ്ഡലത്തിലെ MP-മാരുടെ ചുമതലയാണ്. 42 വ്യത്യസ്ത പദ്ധതികളുണ്ട്. അതിൻ്റെ ചെയർമാനാണ് പാലക്കാട് MP. പക്ഷെ അദ്ദേഹം അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം, അതിൻ്റെ മോണിറ്ററിംഗ് നടത്തി ആ റോഡ് പൂർത്തീകരിക്കുന്നതിന് പകരം നെഞ്ചുവേദന അനുഭവപ്പെട്ട ആ യുവാവിനെ അപമാനിക്കുന്ന ശ്രമമാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ ഈ വാളയാറിൻ്റെ അപ്പുറത്ത് ഇടതുപക്ഷവും കോൺഗ്രസൊക്കെ ഒന്നായി മത്സരിക്കുന്നു, പാലക്കാട് എത്തുമ്പോൾ അവർ ഓപ്പോസിറ്റായി മത്സരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഈ ജനങ്ങളുടെ മുന്നിൽ ഈ INDIA കൂട്ടായ്മ ഇതൊക്കെ തുറന്നു കാണിക്കുന്ന തരത്തിലാവുമോ പ്രചരണം? തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ രണ്ട് മുന്നണിയും ഒന്നാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. INDA മുന്നണിയും NDAയും തമ്മിലുള്ള മത്സരമാണ് കേരളത്തിലെ 20 ലോക്സഭാ സീറ്റിൽ നടക്കുന്നത്. പാലക്കാട്ടും അതുതന്നെയാണ് നടക്കുന്നത്. INDA മുന്നണിയും NDAയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. അതിരാവിലെ തന്നെ ഇന്നിപ്പോൾ ഇത്രയും നേരത്തെ പ്രചരണത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പല സ്ഥാനാർത്ഥികളും ഇത്ര നേരത്തെ ഉറങ്ങിയണിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഒന്നാണ്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ നേരത്തെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങാനാണോ? കാരണം പാലക്കാടാണെങ്കിൽ നല്ല ചൂടാണ്, ഏകദേശം 40 ഡിഗ്രിയിലേക്ക് എത്താനായി. സാധാരണ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിരാവിലെ തന്നെ ആരംഭിക്കാറുണ്ട്. പ്രത്യേകിച്ച് പ്രഭാത നടത്തക്കാരെ കാണാനായിട്ട് ഇറങ്ങിയത് പാലക്കാട്ടുകാരുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു പാലക്കാട് പ്രഭാത സവാരിക്കുള്ള സൗകര്യം. അത് കേന്ദ്ര ഗവൺമെൻറ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോട്ടമൈതാനത്തിന് ചുറ്റും മനോഹരമായിട്ടുള്ള നടപ്പാതകൾ നടക്കുന്ന ഈ നടപ്പാത ഉൾപ്പെടെ ഇത് കേന്ദ്ര ഗവൺമെൻറ് ടൂറിസം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തതാണ്. പക്ഷേ പാലക്കാട് കോട്ടമൈതാനത്തിന് ചുറ്റുമുള്ള നടപ്പാതയും അതുപോലെ തന്നെ വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെയുള്ള നടപ്പാതയുമെല്ലാം പാലക്കാട്ടുകാർക്ക് പ്രഭാത നടത്തത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണമാണ്. അപ്പോൾ അവർക്കറിയാം, പാലക്കാട്ടത്തെ പ്രഭാത സവാരിക്കാർക്ക് അറിയാം എങ്ങനെയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഒരു പ്രദേശത്ത് വന്നാൽ ഉണ്ടാകുന്ന മാറ്റം, വികസനം എന്താണെന്ന് അറിയാം. അത് അവരെ ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ് ഈ പ്രഭാതത്തിൽ തന്നെ പ്രവർത്തനത്തിന് ഇറങ്ങിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. ഏതായാലും ഇനിയും നല്ല ചൂടുണ്ട്. ഏതായാലും എല്ലാ ദിവസങ്ങളിലും ഇതേ ഊർജ്ജത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. വലിയ വിജയം തന്നെ നേടാൻ എല്ലാ ആശംസകളും. നമസ്കാരം. ഏതായാലും നമുക്ക് പുറകിൽ ഒരുപാട് ആളുകൾ കൂടെ ഉണ്ട്. ഇവരൊക്കെ അതിരാവിലെ തന്നെ സ്ഥാനാർത്ഥിക്കൊപ്പം വന്ന ആളുകളാണ്. വലിയ ആവേശമാണോ? തീർച്ചയായും. കൃഷ്ണകുമാർജിയെ സംബന്ധിച്ചോളം പാലക്കാടിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. BJPയുടെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ചു വരുന്നു. പാലക്കാട് നഗരസഭാ അംഗമായിട്ട് വർഷങ്ങളോട് പ്രവർത്തിച്ചു. വൈസ് ചെയർമാനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചോളം, കൃഷ്ണകുമാർജിയെ സംബന്ധിച്ചോളം ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ജനകീയനായിട്ടൊരു നേതാവെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ വിജയപ്രതീക്ഷയാണോ സ്ഥാനാർത്ഥിയുടെ? പിന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകുന്നത് ആദ്യമായി പാലക്കാടായിരിക്കും. പാലക്കാട് നമ്മുടെ കൃഷ്ണകുമാർജി ജയിച്ച് MP സ്ഥാനത്ത് കേന്ദ്രത്തിൻ്റെ ഒരു മന്ത്രിയും കൂടി ആകുമെന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. ഭാരത് റൈസ് ഉൾപ്പെടെയൊക്കെ പ്രധാനമന്ത്രിയുടെ പദ്ധതികളൊക്കെ വലിയ രീതിയിൽ നിങ്ങൾക്കൊക്കെ വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള പാർട്ടിക്കാരെ എതിർക്കും തോറും നമുക്കത് വൻ വിജയമാണ്. കാരണം CPM-കാരും കോൺഗ്രസ്സുകാരും നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ വിജയം മുഴുവൻ നമുക്കാണ് ഉണ്ടാകുന്നത്. ഈ നെഗറ്റീവ് മുഴുവൻ പോസിറ്റീവ് ആക്കുന്നതാണ് മോദി മാജിക്. അതാണ് ആ ഗ്യാരണ്ടിയാണ് നമ്മുടെ വിജയം. മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണോ ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നത്? സ്വാഭാവികമായിട്ട് ഇതൊരു വ്യക്തിഗത ആനുകൂല്യം എന്നുള്ളതിൽ കവിഞ്ഞ് ജനങ്ങളെ എത്ര കരുതലോടുകൂടി കേന്ദ്ര സർക്കാർ കാണുന്നത് എന്നുള്ളതിന് തെളിവാണ് ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ. അടിസ്ഥാന മേഖല എല്ലാ ഭാഗത്തും വികസനത്തിന് വേണ്ടി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത്തവണ ഓട്ടാമെന്നുള്ള പ്രതീക്ഷയിലാണ്. അത് തന്നെയാണ്. ഏതായാലും സ്ഥാനാർത്ഥിക്കൊപ്പം നിരവധി ആളുകളാണ് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണോ? തീർച്ചയായും ഇത്തവണ എന്തായാലും പാലക്കാട് അട്ടിമറി വിജയം ഉണ്ടാവും. കേരളത്തിൽ BJP ആദ്യമായിട്ട് 2 തവണ നഗരസഭ ജയിച്ചത് പാലക്കാട് നിന്നാണ്.
പാലക്കാട് നിന്ന് ഒരു MP ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അത് തന്നെയാണ് പാലക്കാട് ഒരു MP എന്നുള്ളത് തന്നെയാണ് എവരും പ്രതീക്ഷയിൽ. ആ പ്രതീക്ഷയിൽ തന്നെയാണ് അതിരാവിലെ തന്നെ ഇവരൊക്കെ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ലക്ഷ്മി, പാലക്കാടിന്റെ വികസനം തന്നെയാണ് ലക്ഷ്യം. അത് നഗരസഭാ ഭരണത്തിലൂടെ പാലക്കാട്ടുകാർ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ C. കൃഷ്ണകുമാർ ഒപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പമുള്ള പ്രവർത്തകരും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അരുണാണ് സംസാരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത്.